ഇവിടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആധികാരികമായ പണ്ഡിത സഭയ്ക്ക് രൂപം കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വസ്തുതകളും ചരിത്രങ്ങളും അതിനോട് ചേർത്ത് വായിക്കാനുണ്ട്. ഞാൻ അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ജനുവരി 26 കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ വിപ്ലവകരമായ നമ്മുടെ രാജ്യത്തിനൊരു മുന്നേറ്റത്തിനും ഉതകുന്ന രീതിയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നത് 100 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനകരമായ രീതിയിൽ, ഏറ്റവും സന്തോഷകരമായ രീതിയിൽ, ഏറ്റവും ആനന്ദകരമായ രീതിയിൽ അതിനെ എത്തിക്കുവാൻ നമ്മുടെ സാത്വികരായ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കെട്ടുറപ്പ് എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അവർക്ക് ഏറ്റവും വേണ്ടത് വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായിരുന്നു വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയപ്പെടുന്ന ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന മഹത്തായ ഒരു സംവിധാനം രൂപീകരിച്ചുകൊണ്ട് വിപ്ലവകരമായ വിദ്യാഭ്യാസ പ്രവർത്തനം ഈ രാജ്യത്തിന് സമർപ്പിച്ചു എന്നതാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന്, മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ നമ്മുടെ സ്റ്റേറ്റുകളെയും നമ്മുടെ രാജ്യത്തെയും സമ്പന്നമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സാമൂഹിക മുന്നേറ്റ പ്രവർത്തനങ്ങളിലെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ യുവജനങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ കേരള മുസ്ലിം ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വത്തിൽ അജയ്യമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ യുവജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം SYS പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ട് SSF മഹത്തായ പ്രസ്ഥാനം വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ മധുരം നൽകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മൂല്യങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന മുഅല്ലിമീങ്ങളെ സംയോജിപ്പിക്കുന്നതിന് അവരുടെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ മാനേജ്മെന്റുകളെയും ശാക്തീകരിക്കുന്ന SMA ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിപ്ലവകരമായ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വിപ്ലവകര പ്രവർത്തനങ്ങൾ സമസ്ത ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, നമ്മൾ ഇവിടെ വിദ്യാഭ്യാസത്തിലൂടെയാണ് എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുക എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് സമന്വയ വിദ്യാഭ്യാസം എന്ന ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് സമസ്ത ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ 10,000 കണക്കിന് ഉസ്താദുമാർ നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടറേറ്റ് നേടുകയും അതുപോലെ തന്നെ ലോ കോളേജുകളിൽ നിന്ന് LLB നേടുകയൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ മഹത്തായ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണത്തിൽ ദീർഘമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ സാധിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകുമായിരുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന രീതിയിൽ യുവാക്കളെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും കൈപിടിച്ചുയർത്തുന്നതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനിഷേധ്യമായ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സമസ്തയുടെ 100ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ലോകത്തിനൊരു മാതൃകയായിക്കൊണ്ട് ആഗോള തലത്തിൽ തന്നെ വിശ്വാസികൾക്കും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അഭിമാനകരമായി ശൈഖുനാ ഖമറുൽ ഉലമ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉലമയും ബദറുസ്സാദാത്ത് ഖലീൽ തങ്ങളൊപ്പടക്കമുള്ള മഹോന്നതരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് സമസ്തയുടെ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുകയാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും ഒക്കെ നേതൃത്വത്തിൽ സമസ്തയുടെ 100ാം വാർഷികം നടക്കാനിരിക്കുകയാണ്. മഹത്തായ പ്രസ്ഥാനത്തെയും ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയും മനസ്സിലാക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും
വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന വഹാബിസത്തെയും മൗദൂദിസത്തെയും അതിന്റെ കപട മുഖങ്ങളെ സമൂഹത്തിൽ തീർത്തും അനാവരണം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമസ്ത എന്ന് പറയപ്പെടുന്ന ഈ സമുന്നതമായ പഞ്ചദശ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യങ്ങളിൽ ഇന്ന് വലിയ പശ്ചിമേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ന് യുദ്ധത്തിന്റെ ഭീതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സമാധാനം പുലരണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനിശ്ചയത്തിനായ ഖബറുൽ ഉലമ ഉസ്താദ് അവർ ഇന്നലെ പ്രത്യേകമായി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊക്കെ നമ്മൾ വേദികൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ വരാതിരിക്കുവാൻ ഇത്തരത്തിലുള്ള തീവ്രവാദങ്ങളെയും അതുപോലെ തന്നെ മതരാഷ്ട്രവാദങ്ങളെയും സമൂഹത്തിന് തുറന്നു കാണിക്കാൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി പ്രവർത്തിച്ചതിന്റെ ഏറ്റവും വലിയ മനോഹരമായ സന്തോഷകരമായ അഭിമാനകരമായ സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ ഓരോ രാജ്യത്തെയും അസ്ഥിരപ്പെടുത്തുകയും അതുപോലെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയും സമാധാനമൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകരവാദ സംഘടനകളുടെ പങ്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യമില്ലാതെ വിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെയും വലിയ കൈമാറ്റങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് രാജ്യത്തും സമൂഹത്തിനും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ സമുന്നതരായ നേതാക്കൾക്ക് അല്ലാഹു ഈ സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതിനുന്നതകളിൽ നേതൃത്വം നൽകിയ താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമ തുടങ്ങിയിട്ടുള്ള സമുന്നതരായ നേതാക്കൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പടക്കമുള്ള അതിന്